السلام عليكم ورحمة الله. الحمد لله حمدا كثيرا طيبا مباركا فيه اللهم صل على മുഹമ്മദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പുണ്യം ലഭിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി, അള്ളാഹുവിൻ്റെ സ്വർഗം കിട്ടണമെന്ന പ്രതീക്ഷയോടുകൂടി വളരെ ആത്മാർത്ഥമായി നമസ്കാരം നിലനിർത്തുന്നവരാണ് നാം എല്ലാവരും. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ വഹയി അനുസരിച്ച് കാണാം, ആദ്യമായി വിചാരണ കേൾക്കപ്പെടുന്ന കർമ്മം അത് നമസ്കാരമാണ്. ആ നമസ്കാരത്തിൻ്റെ കാര്യം വളരെ കൃത്യമാണ് എങ്കിൽ അയാൾ വിജയിച്ചു, അല്ല എങ്കിൽ അയാൾ പരാജയപ്പെട്ടു എന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നമസ്കാരം, നാം എല്ലാവരും കൃത്യമായി നമസ്കാരം നിർവഹിക്കുന്നവരാണ് എങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഒരു മനുഷ്യൻ 60 വർഷം നമസ്കരിക്കും, പക്ഷേ വമാ തുഖ്ബലു ലഹു സ്വലാത്തൻ, അയാളുടെ ഒറ്റ നമസ്കാരവും സ്വീകരിക്കപ്പെടുകയില്ല. വലഅല്ലഹു യുതിമ്മു റുകൂഅ വലാ യുതിമ്മു സുജൂദ്, അയാളുടെ റുകൂഉം സുജൂദും ഒന്നും അയാൾ പൂർത്തിയായി ചെയ്യുകയില്ല. ഒരു പക്ഷേ റുകൂഅ് പൂർത്തിയാകുമ്പോൾ സുജൂദ് പൂർണ്ണമായ രൂപത്തിലാവുകയില്ല. വയുതിമ്മു സുജൂദ വലാ യുതിമ്മു റുകൂഅ, സുജൂദ് പൂർത്തിയായി ചെയ്യുമ്പോൾ റുകൂഉം പരിപൂർണമായി ചെയ്യുകയില്ല. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, നാം നമസ്കാരം നിർവഹിച്ചാൽ മാത്രം പോരാ, നാം നിർവഹിക്കുന്ന നമസ്കാരം അത് എല്ലാ നിലക്കും പൂർണ്ണമായ നമസ്കാരമാകുന്നുണ്ടോ എന്നുള്ളത് നാം ചിന്തിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞ മറ്റൊരു ഹദീസിൽ കാണാം, ലാ തുജ്സിഉ സ്വലാത്തുർ റജുൽ ഹത്താ യുഖീമ ളഹ്റഹു ഫി റുകൂഇ വസ്സുജൂദി എന്നാണ്. ഇമാം അബൂദാവൂദ് ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഒരു മനുഷ്യന് റുകൂഇലും സുജൂദിലും മുതുക് നേരെയാക്കുന്നത് വരെ അയാളുടെ നമസ്കാരം ശരിയാവുകയില്ല എന്നാണ്. പലപ്പോഴും നാമൊക്കെ നമസ്കരിക്കുമ്പോൾ നമ്മുടെ റുകൂഉം സുജൂദും അതിൻ്റെയൊക്കെ അവസ്ഥ, അതിലുള്ള അടക്കവും അതിലുള്ള ഒതുക്കവും അത് നേരാവണ്ണം ആകുന്നുണ്ടോ, ശരിയാകുന്നുണ്ടോ, അതിൽ കൃത്യമായിട്ടുള്ള പ്രാർത്ഥന ചൊല്ലി തീർന്ന ശേഷമാണോ നാം ഉയരാറുള്ളത് എന്നൊക്കെ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ല എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറ്റൊരു ഹദീസിൽ കാണാം, ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അസ്വഉൻ നാസി സരിഖതൻ അല്ലദി യസ്രിഖു സ്വലാതഹു, നമസ്കാരത്തിലുള്ള കള്ളത്തരമാണ് ഏറ്റവും വലിയ കളവ്, നമസ്കാരത്തിൽ മോഷ്ടിക്കലാണ് ഏറ്റവും വലിയ മോഷണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും മോശമായ ചീത്തയായ മോഷണമെന്ന് പറഞ്ഞത് കാണാം. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് വകൈഫ യസ്രിഖുഹ, അള്ളാഹുവിൻ്റെ ദൂതരെ, എങ്ങനെയാണ് നമസ്കാരത്തിലുള്ള മോഷണം, നമസ്കാരത്തിൽ എങ്ങനെയാണ് മോഷ്ടിക്കുക എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യതിമു റുകൂഅഹ വലാ സുജൂദഹ, അയാളുടെ റുകൂഉം സുജൂദും പൂർണ്ണമായി നിർവഹിക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ നമസ്കരിക്കുമ്പോൾ നമ്മുടെ റുകൂഉം സുജൂദും പൂർണ്ണമല്ലാത്ത രീതിയിൽ ആവുക എന്നുള്ളതും, അതിൽ ഉള്ള പ്രാർത്ഥനകൾ കൃത്യമായി ചൊല്ലാതെ അതിനു മുമ്പായി വളരെ പെട്ടെന്ന് ഉയരുന്ന അവസ്ഥ ഉണ്ടാവുക എന്നുള്ളതും, നമ്മൾ നമസ്കാരത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ അടക്കവും ഒതുക്കവും കൃത്യമായി ഓരോ കർമ്മങ്ങളും അതിൻ്റെ ഓരോ റുക്നുകളും കൃത്യമായി ചെയ്യുക എന്നുള്ളതും അതിൻ്റെ സമ്പൂർണ്ണതയെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ രൂപത്തിൽ നമ്മുടെ നമസ്കാരം അത് ചിട്ടയോടെ ഒതുക്കത്തോടുകൂടി അടക്കത്തോടുകൂടി സാവകാശമായിക്കൊണ്ട് അമിതമായ സ്പീഡില്ലാത്ത രീതിയിൽ ചെയ്യുമ്പോൾ അതിൻ്റെ റുകൂഉം സുജൂദും ഇടയിൽ ഇരുത്തവും ഓരോ കർമ്മങ്ങളും അത് വളരെ കൃത്യമായിക്കൊണ്ട് ചെയ്യുമ്പോൾ മാത്രമാണ് ആ നമസ്കാരം റബ്ബിങ്കൽ സ്വീകരിക്കപ്പെടുകയുള്ളൂ എന്നുള്ളതാണ്. മാത്രവുമല്ല, പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, ഫവൈലുലിൽ മുസ്വല്ലീൻ, അല്ലേ, നമസ്കരിക്കുന്നവർക്ക് നാശം, നമസ്കരിക്കാത്തവർക്കല്ല, നമസ്കരിക്കുന്നവർക്ക് നാശം എന്ന് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞല്ലോ, സൊല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നമസ്കരിക്കുന്ന എപ്രകാരം നിങ്ങൾ കണ്ടുപോ അതുപോലെ നിങ്ങൾ നമസ്കരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരം അത് തക്ബീറത്തുൽ ഇഹ്റാം മുതൽ സലാം വീട്ടുന്നത് വരെ ഫാത്തിഹ സൂറത്തിന്റെ പാരായണവും അതല്ലാത്ത മറ്റു റുകൂഉം സുജൂദും ഓരോ കർമ്മങ്ങളും എഴുത്തിതാലും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് വളരെ ചിട്ടയോടുകൂടി ഭദ്രമായി നമസ്കരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ നമസ്കാരക്കാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി, എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക, നേർവഴി.
Peace Radio. Tune to reality.